ഹായ് ഗായ്സ്, ഇപ്പോൾ അത് രാവിലെ 4:15 ഞാനൊരു കണ്ടോ ഗായ്സ്, ഒരു യാത്ര പോകുകയാണ്. സ്ഥലം ചങ്ങനാശ്ശേരി. അവിടെ എന്തിനാ പോകുന്നതെന്ന് അറിയാമോ? അമ്പൽപ്പാടം കാണാൻ പോകുന്നതാണ്. ഇപ്പം 4:15 എണീറ്റതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മേക്കപ്പിന് ഒരു കുറവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം വഴിയേ വരുന്നതായിരിക്കും. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഞാനൊരു ബ്ലാക്ക് ടീ വന്നിട്ട് കൃഷിയില്ല. നമ്മൾ കോട്ടയം എത്തിയിട്ടുണ്ട്. കോട്ടയത്താണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ അമ്പൽപ്പാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വെറും സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. വലിയത് ഞാൻ കാണിക്കുന്നില്ല ഇപ്പം തന്നെ. നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ പോകുമ്പോൾ കാണിക്കാം. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് നമ്മുടെ അമ്പൽപ്പാടത്തിൻ്റെ സ്പോട്ട്. ഇതാണ് കറക്റ്റ് അല്ല, ഞാൻ ഡീറ്റെയിൽ ഇടാം. സൂര്യൻ ഉദിച്ചിട്ടില്ല, ഉദിക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ അതിരാവിലെ നേരത്തെ എത്തിയിരിക്കുക. ഇതൊരു 9 മണിയുടെ മുൻപായിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കണം. 9 മണിയാകുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒരു ഇതായി തീരും. അപ്പം അതിൻ്റെ മുൻപ് അതിരാവിലെ നമ്മളിവിടെ എത്തണത് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിരിക്കുകയാണ്. ഇത് സ്ഥലം വന്നിട്ട് നമ്മൾ ചങ്ങനാശ്ശേരി പറാൽ ബണ്ട് റോഡ്. അത് വന്ന് എത്തുന്നത് ഇവിടെയാണ് കേട്ടോ. എല്ലാ ഡീറ്റെയിലും നമ്മൾ വരുന്ന വഴിക്ക് കറക്റ്റ് അവർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കിയൊക്കെ പറയാം. ഈ കാണുന്നതാണ് 400 ഏക്കർ അമ്പൽപ്പാടം. ഇത് നമ്മൾ ശരിക്കും തൊട്ടടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ പോകണം. ആ കാണുന്ന ബോട്ടിൽ പോകണം നമ്മൾ. ഭയങ്കര രസമുണ്ട്. അടുത്ത് പോകുമ്പോൾ കുറച്ചുകൂടി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ച് അകലെയായിട്ടാണ് നിൽക്കുന്നത്. 400 ഏക്കറാണ് കേട്ടോ. ഇത് മൊത്തം വെള്ളക്കെട്ടാ? അല്ല, ഇത് പാടമാണോ അതോ വെള്ളം ഇതുണ്ടോ? ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അമ്പൽപ്പാടത്തിൻ്റെ അമ്പൽപ്പൂക്കൾ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതില് ഫസ്റ്റ് ടൈമാണ് ഈ ബോട്ടില്ല ഇതിന് പറയാൻ, വെള്ളത്തിൽ കയറുന്നത്. കവര് കാണാൻ പോയിട്ട് ഇതിന്മേ കയറിയിട്ട് പോകാൻ നോക്കിയിട്ട് പേടിച്ചിട്ട് കയറാതിരുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു രക്ഷയില്ല, കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ കയറിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗായ്സ്. 400 ഏക്കർ അമ്പൽപ്പാടം. ഞാൻ ഒരു സ്വപ്നം പോലെയായിട്ടാണ് തോന്നുന്നത്. നല്ല രസമുണ്ട്. ഈ കിഴങ്ങൊക്കെ അടിയിലുള്ള കിഴങ്ങൊക്കെ എടുത്തിട്ട് അങ്ങ് എന്തോ ചെയ്യത്തില്ലേ? തൊഴയുമ്പോ അനങ്ങരുത്. വെള്ളം ഭയങ്കര സ്മെല്ലാണ്. ഒരു ബ്ലാക്ക് കളറാണ് ഇതിന്റെ ഒരു തണ്ടിന്റെ ഒക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും. മനസ്സിലായി. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കണക്ക് ഉണ്ടായിരുന്ന, ഇപ്രാവശ്യം കിളുത്തില്ല. ഓ, അങ്ങനെയുണ്ട് അല്ലേ? ഇതിന്റെ ഇതെല്ലാം നശിച്ചു പോകുന്നത് കൊണ്ടായിരിക്കും. ചിലപ്പോ ഇത് കിളുക്കത്തില്ല, ചില ഇതില് വിത്തിന്റേതാണോ? അതെന്തോ ആയതല്ലേ, അവർക്ക് ചില സമയത്ത് അത് കിളുക്കത്തില്ല. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി എടുത്തു. പൂ പറിക്കണ അത്ര നല്ലതല്ല. പൂ പറിച്ചത് പോവില്ലേ, മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. എന്നിട്ടും ഒരുപാട് പൂ കൈ പിടിച്ച് പറിച്ചു വെച്ചിട്ടുണ്ട്. ഒരാഗ്രഹമല്ലേ? വെള്ളം പോണ്ട്, വള്ളം നീങ്ങുന്നില്ല. എടാ, നീ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. പോട്ടെ, ഇപ്പൊ കാണിച്ചു ആഞ്ഞുടി. ഓ, സ്പീഡ് ഉള്ള തുഴഞ്ഞിട്ടത്. ഇങ്ങനെയാ സജു തൊഴയുന്നേ. ഇപ്പുറ സൈഡ് തുഴയണ്ടേ? ആൾക്കാർ മാറി പറയാതെ തുഴയാറ്. പാവം ചേട്ടനെ. നീ ഇപ്പുറത്ത് തുഴഞ്ഞു, അതാ സേഫ്. ഈ ചെറുക്ക് എന്തുവാ പറയുന്നേ?
ശരിക്കും നമ്മൾ 10 ദിവസം പഠിക്കുമ്പോൾ ശരിയാ. ഞാൻ ചുണ്ടൻ വെള്ളക്കാരനാണ്. ഞങ്ങളുടെ മമ്മൂട്ടിയുടെ തെച്ചിലെടുത്ത് അടുത്ത നെഹ്റു വെള്ള ട്രോഫിക്ക് തുഴച്ചിലിനുള്ള പ്രാക്ടീസാണ്. ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അത് അയ്യോ അമ്പലം അത് കണ്ടില്ലേ വെള്ള അമ്പലം കിട്ടി. ഓ താങ്ക് യു ചേട്ടാ. ദിനേശ് ചേട്ടൻ്റെ പ്രത്യേകിച്ച് ഞങ്ങൾ വന്നത് ദിനേശ് ചേട്ടൻ്റെ വെള്ളത്തിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പൂക്കളുള്ളിടത്ത് അണക്കണത് ഇല്ല ചുമ്മാ തീരാറായില്ല. വെള്ള അമ്പലം തന്നെ അമ്പലം മതിയാണ്. നമുക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടിയില്ല എന്നൊന്നും പറയേ. നീ അമ്പലം എക്സ്പോർട്ട് ചെയ്യാൻ വന്നാണ് ഇവിടെ നിന്ന്. മതി ചേട്ടാ മതി. ഗൈസ് ഓണം വരയ്ക്കേ ഉള്ളൂ. അതിനകത്ത് മാക്സിമം ആൾക്കാർ വന്ന് കാണണം. ഇതിങ്ങനെ നീണ്ട് പരന്ന് എടുക്കാം. നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് കാണാനുണ്ടോ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുണ്ട്. അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇടുന്നതായിരിക്കും, ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഇതിപ്പോൾ ഞങ്ങൾ ഈ വള്ളത്തിൽ കയറിയിരിക്കുന്നത് ഒരാൾക്ക് 100 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് കറങ്ങാനുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് കണ്ട പരിപാടിയല്ല ഇത്. നമുക്ക് ശരിക്കും 1 മണിക്കൂറൊക്കെ കണ്ട പരിപാടിയാണ്. അതിന് എക്സ്ട്രാ ചാർജ് വരും. പക്ഷേ എങ്കിലും നല്ലൊരു സംഭവമാണ്. നല്ലൊരു എന്താ പറയാൻ പറ്റുക, നമ്മൾ നേരിട്ട് വരണം. നേരിട്ട് വന്ന് കണ്ടിട്ടേ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പറയുമ്പോൾ അത്രയ്ക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ ഗായ്സ്, ഞങ്ങൾ കണ്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. വെള്ളം തുഴഞ്ഞിട്ട് എത്തുന്നില്ല, എന്താണെന്നറിയത്തില്ല. അവിടെ ഒരാൾ തുഴഞ്ഞുകൊണ്ടിരിക്കുക. പോവോ ഇല്ല ചേട്ടാ, ഞാൻ തുഴഞ്ഞേക്കാം. ആ ശരി ചേട്ടാ. ആ ഗൈസ്, നമ്മളുടെ വെള്ളത്തിൽ പോയ ദിനേശ് ചേട്ടൻ ഫ്ലവറൊക്കെ കഴുകാനും കൈ കഴുകാനും നമുക്ക് ക്ലീനിങ്ങിന് നമ്മളെ അവിടുത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട് കേട്ടോ. നല്ല സ്വഭാവമാണ് ചേട്ടൻ, നല്ല കെയറിങ് ആണ്. അതേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു പൂച്ചയും പട്ടിയുണ്ട്. എനിക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടം. ഞാൻ ചിലപ്പോൾ കൊഞ്ചുമെന്ന് വിചാരിക്കരുത് കേട്ടോ. പട്ടി എനിക്ക് അത്രയ്ക്ക് ഇത്തിരി പേടിയുണ്ട്. പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടം. മാന്തിയാലും കുഴപ്പമില്ല, കടിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ എടുക്കും. ഗായ്സ് നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. അവൻ മൈൻഡ് ചെയ്തില്ല ഗായ്സ്, അവൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ ഇവിടെ കണ്ടു. അവളാണ് അല്ലേ? ആ അപ്പോൾ ഗായ്സ് ദേ ഇവിടെ അനങ്ങുന്നില്ല. ഗായ്സ് നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയി. മൈൻഡ് ചെയ്യുന്നത് ഇവനായിരുന്നു. ഗായ്സ് ഇവളെന്തോ എൻ്റെ സ്നാക്സ് ചോദിക്കുകയാണ് തോന്നുന്നു. ഇവളാണ് ആകെ കൂടി എൻ്റെ അടുത്ത് വന്നത് ഗായ്സ്. അയ്യോ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്തോ ആൻറ്റി ഉണ്ട്, എൻ്റെ പേരുണ്ടാവും ചുണ്ടേൻ്റെ പേരുണ്ടാവും. ഇത് കണ്ടു ഗൈസ്, അവനൊന്നും ചെയ്യില്ല, നീ നിന്നോ ഗൈസ്. അപ്പോൾ നമ്മുടെ ആമ്പൽപ്പാടത്തിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇത്. ഇവിടെ ഉണ്ട് വണ്ടി ഇവിടെ വരാനേ വരത്തുള്ളൂ. കാറ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യുക കേട്ടോ. കാർ പാർക്കിങ്ങിനൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം എല്ലാം സെറ്റപ്പും ചെയ്തു തരുന്നുണ്ട്. പറാൽ ബണ്ട് എന്നാണ് അല്ലേ? ബണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. ആറാട്ടുകുളം എന്നാണ് അല്ലേ? ആറാട്ട് കടവ്. ഓക്കെ സോറി ഗൈസ്, ആറാട്ട് കടവ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്പൽപ്പാടം കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. പോകാനുള്ള മനസ്സൊന്നുമില്ല. കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുക. അത്രയ്ക്ക് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നേരിട്ട് വന്ന് കാണണം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതോ അല്ലെങ്കിൽ പറഞ്ഞാലൊന്നും അത്രയ്ക്ക് ഈ കാണുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നേരിട്ട് വരുമ്പോൾ ഇതിലേക്കാളും നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങടുത്ത് ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഇതൊക്കെ വൈബൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ അറിയത്തില്ല. നമ്മൾ വന്ന് അനുഭവിക്കുമ്പോഴേ അതിൻ്റേതായിട്ടുള്ളൊരു വൈബ് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. രാവിലെ 7 മണിക്ക് വന്നാണ്. അപ്പോൾ ഞാനിനി തിരിച്ചു പോവുകയാണ്. മനസ്സില്ല എന്നാലും ഓക്കെ.